ഗവൺമെന്റും ഒരു ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോഴും കേരളത്തിന്റെ മരണനിരക്ക് 0.45% നിർത്തുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും 1% കൂടുതലാണ് മരണനിരക്ക്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലുള്ള മരണസംഖ്യയും എല്ലാവരും പരിശോധിച്ച് നോക്കൂ. അവിടെയെല്ലാം വൻതോതിലാണ് മരണം നടക്കുന്നത്. ഇവിടെ സാഹസികമായി ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കില്ല. മറ്റെവിടെയെങ്കിലും മരിക്കുമ്പോൾ നമുക്കതൊരു പ്രശ്നമല്ലാത്ത പോലെ ചിലർ പെരുമാറുന്നത്. എന്നാൽ അവനവന്റെ വീട്ടിൽ അവനവന്റെ ബന്ധുക്കൾ, അവനവന്റെ അച്ഛൻ, അമ്മ, മക്കൾ അവരെല്ലാം മരിക്കാനിടയാകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ വികാരം? ആർക്കും വരാമല്ലോ. ഈ പറയുന്ന എനിക്ക് വരാം, അതുപോലെ തന്നെ കേട്ടിരിക്കുന്ന നമ്മളിൽ ആർക്കെങ്കിലും വരാം. വരാതിരിക്കാനല്ലേ ഈ പാടുപെടുന്നത്. അപ്പൊ ബാക്കി എല്ലാം മറന്ന് ഒരു ജനത ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണിത്. മറ്റെല്ലാം നമുക്ക് പറയാൻ അവസരമുണ്ട്, പിന്നെയുണ്ട്. ബാക്കി എന്തായാലും നമ്മൾ ആദ്യം ഇതിനൊരു വാക്സിൻ കണ്ടുപിടിച്ച് നമ്മുടെ സമൂഹത്തിൽ എത്തുന്നത് വരെ നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മളെ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ പ്രവർത്തനത്തിൽ കൂട്ടായിട്ട് എല്ലാം മറന്ന് സഹകരിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ്. ഇതിങ്ങനെ പറഞ്ഞാലും എല്ലാവരും മറന്ന് സഹകരിക്കാൻ വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കുറെ പേര് സഹകരിക്കുന്നുണ്ട്. ഗ്രാമീണ തലത്തിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ അവരുടെ വാർഡ് സമിതികളെ സജീവമാക്കി, അവരുടെ ആശുപത്രികളെ സജീവമാക്കി അവര് പ്രവർത്തിക്കുന്നുണ്ട്. ആ നല്ലവരായ നാട്ടുകാരോട് പറയുകയാണ്, ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ആൾക്കൂട്ടങ്ങളും ഈ അനുസരണക്കേടും കാണിക്കരുത്. നമുക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ രക്ഷിച്ചേ മതിയാവും. ഇത് 1ാം സ്ഥാനം കിട്ടാനും മേനി പറയാനോ ഒന്നുമല്ല. ചിലര് അങ്ങനത്തെ ചില കമന്റുകളൊക്കെ പറയുമ്പോഴാണ് ഏറെ സങ്കടം തോന്നുന്നത്. ആർക്കും 1ാം സ്ഥാനമൊന്നും വേണ്ട, അതാരെങ്കിലും എടുത്തോളൂ, അതൊന്നും വേണ്ട. ഇവിടെ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കണം നമുക്ക്, ഇല്ലേ? നമുക്ക് നമ്മളാൽ സാധിക്കുന്നത് ലോകത്തിന് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇങ്ങനെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും കാണിച്ചു കൊടുക്കണ്ടേ? അത് നമുക്ക് കാണിച്ചു കൊടുക്കും വേണം. അതുപോലെ ഇവിടുത്തെ ആളുകളുടെ ജീവൻ രക്ഷിക്കണം. ഒരു 1ാം സ്ഥാനവും വേണ്ട, 2ാം സ്ഥാനവും വേണ്ട.